ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഡോക്ടറുടെ അഭാവം തന്നെയാണ്. കാരണം രാത്രി കാലങ്ങളിൽ ഒരു ഡോക്ടർ, ഈ താലൂക്ക് ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടർ മാത്രമാണുള്ളത്. ലീവാണ്. ടോക്കൺ എടുക്കണ്ടേ? അതിന് ഒരുപാട് എന്ന് പറയാൻ ഇങ്ങനെ ഒരു 4 പേര് ഫ്രണ്ടി ഉണ്ടെങ്കിലും ഒരു 3/4 മണിക്കൂറെങ്കിലും നിൽക്കേണ്ടി വരും. ഡോക്ടർമാർക്ക് പരാതി പറയാൻ വയ്യ. ഒരു ഡോക്ടർ സത്യസന്ധമായി പറഞ്ഞ കാര്യമാണ് ഡോക്ടർ ഹാരിസിനുണ്ട് അനുഭവം. അതിനുശേഷം ഡോക്ടർമാർക്ക് ഇപ്പോൾ ഒന്നും മിണ്ടുന്നില്ല. അത് നോക്കിക്കോളാം. ഡോക്ടർമാർ കിടക്കുന്ന കുറേ ക്വാർട്ടേഴ്സുകളോടെ കിടപ്പുണ്ട്. ഭാർഗവി നിലയത്തിന് വലിയ ക്വാർട്ടേഴ്സുകളാണ് ഇവിടെ കിടക്കുന്നത്. എല്ലാം നശിച്ച് നാമാവിശേഷമായി. ആറ്റിങ്ങൽ വലിയകുന്ന് ഹോസ്പിറ്റലാണ്, താലൂക്ക് ഹോസ്പിറ്റലാണ്. ഒരുപാട് പരാധീനതകൾ ഇതിന് മുന്നും ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. കാരണം ഇവിടെ ഒരു ഐ സ്പെഷ്യാലിറ്റി സെൻറ്ററിൻ്റെ കെട്ടിടമൊക്കെ എന്താ പറയുക മാസങ്ങളോളം പൂട്ടിയിട്ട കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പുറത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഇന്നൊരു പ്രധാനപ്പെട്ട ഒരു പത്രത്തിൽ ഇതിനെപ്പറ്റി വളരെ മോശപ്പെട്ട ചില വാർത്തകളൊക്കെ വന്നു. അത് അന്വേഷിക്കാൻ വേണ്ടിയാണ്. അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ ഇവിടുത്തെ മണ്ഡലം ഭാരവാഹികളൊക്കെ ഞങ്ങളെ വിളിച്ചിരുന്നു. ഇങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് അന്വേഷിക്കാൻ വേണ്ടി. പക്ഷേ ഇവിടെ വന്നപ്പോൾ സൂപ്രണ്ടില്ല. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഡോക്ടറുടെ അഭാവം തന്നെയാണ്. കാരണം രാത്രി കാലങ്ങളിൽ ഒരു ഡോക്ടർ, ഈ താലൂക്ക് ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടർ മാത്രമാണുള്ളത്. അത് മാത്രമല്ല OD ഡ്യൂട്ടി. ഒരു മന്ത്രിയോ മുഖ്യമന്ത്രിയോ കേന്ദ്രമന്ത്രിയോ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇവരെയാണ് OD ഡ്യൂട്ടിക്കുന്നത്. അവർ പിറകെ പോകേണ്ടി വരും. അതുപോലെ തന്നെ എന്തെങ്കിലും കലാമേളോ എന്ത് നടന്നാലും ഇവിടെ നിന്നാണ് ഡോക്ടറെ അലോട്ട് ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ ഇതിനൊക്കെ പ്രത്യേക നിയമനം നടത്തേണ്ടതാണ്. അതിന് നമ്മുടെ സംസ്ഥാന സർക്കാരിന് ഗതിയില്ല എന്നുള്ള വാസ്തവം. ഈ അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. പക്ഷേ ചികിത്സയ്ക്ക് ആവശ്യമായ ഡോക്ടേഴ്സ് ഇല്ല എന്നുള്ളത് തന്നെയാണ് ഈ ആശുപത്രിയുടെ പരാധീനത. ആവശ്യം ചികിത്സ കിട്ടിയോ? നല്ല തിരക്കായിരുന്നു. മോനെ ഫ്രാക്ചറായിട്ട് വന്നതാണോ? ആവശ്യത്തിന് ഡോക്ടേഴ്സ് ഒക്കെ ഉണ്ടോ? ഉണ്ട്. ആവശ്യത്തിന് കാത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പൊ ഡോക്ടർക്ക് ഇന്നിപ്പോ ഓപ്പറേഷൻ ഉണ്ട്, അതുകൊണ്ട് ഓപ്പറേഷൻ ഡേറ്റിൽ നിൽക്കുന്നു. വേറെ ഒന്നുമല്ല, ടോക്കൺ എടുക്കണ്ടേ? അതിന് ഒരുപാട് എന്ന് പറയാൻ ഇങ്ങനെ ഒരു 4 പേര് ഫ്രണ്ടി ഉണ്ടെങ്കിലും ഒരു 3/4 മണിക്കൂറെങ്കിലും നിൽക്കേണ്ടി വരും എന്ന് പറയാൻ 4 പേരേ ഉള്ളൂ. രോഗികൾക്ക് ബുദ്ധിമുട്ടാണ്. ഉണ്ടെന്നാ ലീവാണ്. ചേട്ടാ, ഈ OD ഇടുമ്പോഴത്തേക്ക് ഇവിടുത്തെ സ്ട്രെങ്ത് അല്ലേ ഇപ്പോൾ കുറയുന്നത്? അപ്പോൾ നമ്മൾ കാഷ്വാലിറ്റി ഇരുന്ന് ഒരു ഡോക്ടർ നോക്കേണ്ടതാണ്. ഇത് പോകും. പിന്നെ പാലിയേറ്റീവ് കെയറിലൊരു ഡോക്ടർ ആഴ്ചയ്ക്ക് പോകണം. പിന്നെ ജയിലിൽ 21 പേര് തടവുകാരുണ്ടെങ്കിൽ അവിടെ പോയി നോക്കണം. പുതിയ DGP തന്നെ പോലീസുകാർ ഇവിടെ വരുമ്പോൾ 5ഉം 6ഉം പോലീസ് സ്റ്റേഷനാണ് നടക്കുന്നത്. അത്രയും തടവുകാരെ കൊണ്ടുവരും. അപ്പോൾ അവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്താലേ അവരെ ജയിലിലേക്ക് പ്രവേശിക്കാൻ പറ്റും. അപ്പോൾ ആ സർട്ടിഫിക്കറ്റ് കൊടുക്കുമ്പോൾ ഒരു സർട്ടിഫിക്കറ്റ് ഇടുമ്പോൾ തന്നെ ഒരു 10 മിനിറ്റ് പോകും. അപ്പോൾ ആ രോഗികൾ, ബാക്കിയുള്ള വന്ന രോഗികളോട് നിൽക്കേണ്ടി വരും. അവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. കാര്യം അവരെ ഈ പ്രതികളെ ജയിലിലേക്ക് ആക്കണ്ടേ. അപ്പോൾ അങ്ങനെ പോലീസുകാരെയും പിന്നെ ആക്സിഡൻറ്റും കാര്യങ്ങളും വന്ന് അപ്പുറത്ത് വന്ന് ഒബ്സർവേഷൻ വന്ന് ഡോക്ടർ നോക്കണ്ടിരിക്കുമ്പോൾ ഇവിടെ പേഷ്യൻറ്റ് പെൻഡിങ് ആവും. ഇവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകരാണ് ഞങ്ങൾ ഇക്കാര്യം അറിയിക്കുകയും ഇങ്ങോട്ട് വരാൻ വേണ്ടി ക്ഷണിക്കുകയും ചെയ്തത്. ഇപ്പോൾ DCC മെമ്പർ സതീഷേട്ടൻ കൂടെ ശരിയാണ്. സതീഷേട്ടാ, ഇതൊക്കെ ശരിയാണോ? ഇപ്പോൾ ഈ ആരോപണങ്ങൾ പത്രത്തിൽ വന്നതൊക്കെ? ആരോപണങ്ങൾ ശരിയാണെന്ന് ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് ബോധ്യമായി. ഇന്നത്തെ മനോരമ പത്രത്തിൽ വന്ന വാർത്ത ഞങ്ങൾ വായിച്ചു. ഇവിടെ വന്നപ്പോൾ രോഗികളുണ്ട്. ഇന്ന് പൊതു അവധി ദിവസമാണ്, പക്ഷേ ഡോക്ടർമാരുടെ അഭാവമുണ്ട്. ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ പറഞ്ഞ പോലെ ആരോഗ്യരംഗം വെന്റിലേറ്ററിലാണ്. അതിൻ്റെ വ്യക്തമായ ഉദാഹരണമാണ് ഇവിടെ നമ്മളിപ്പോൾ കണ്ടത്. കാഷ്വാലിറ്റിയിൽ ഡോക്ടർമാരില്ല, രാത്രികാലങ്ങളിൽ ഡോക്ടർമാരില്ല. രോഗികളുടെ എണ്ണം കൂടുന്നു, ഡോക്ടർമാരുടെ എണ്ണം കുറയുന്നു. ഉള്ള ഡോക്ടർമാർക്ക് ഏതെങ്കിലും VIP വന്നു കഴിഞ്ഞാൽ ഡോക്ടർമാർ അങ്ങോട്ടേക്ക് മേളിൽ നിന്ന് പ്രോട്ടോകോൾ ഓഫീസർ പറയുന്ന അനുസരിച്ച് DMO അതിൻ്റെ ഓട്ടം താഴേക്ക് വരുന്നു, പോകുന്നു. സ്റ്റാഫുകളൊക്കെ അവരെ കൊണ്ടൊക്കെ രീതിയിലൊക്കെ ജോലികൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ രാത്രികാലങ്ങളിൽ വരുന്ന രോഗികൾക്ക് അവരെങ്ങോട്ടാണ് പോവുക? നിർധനരായ ഈ താലൂക്കിലെ ഏറ്റവും വലിയ ആശുപത്രിയായ ഈ ആറ്റിങ്ങൽ വലിയകുന്ന് ആശുപത്രിയിൽ വരുന്ന നിർധനരായ രോഗികൾ രാത്രി വന്നാൽ ഒരു പെരുവഴിയിലാണ്. ഇത് കാണുവാൻ ഈ നഗരസഭാ നേതൃത്വവും DMOയും ആശുപത്രി സൂപ്രണ്ടും തയ്യാറാവണം. പക്ഷേ ഡോക്ടർമാർക്ക് പരാതി പറയാൻ വയ്യ. ഒരു ഡോക്ടർ സത്യസന്ധമായി പറഞ്ഞ കാര്യമാണ് ഡോക്ടർ ഹാരിസിനുണ്ട് അനുഭവം. അതിനുശേഷം ഡോക്ടർമാർക്ക് ഇപ്പോൾ ഒന്നും മിണ്ടുന്നില്ല, മൗനമാണ്. അവരുടെ മൗനത്തിൽ കൂടെ അവരുടെ ഖേദം പ്രകടിപ്പിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, എല്ലാ സർക്കാർ ഹോസ്പിറ്റലുകളിലും ഒരു ആശുപത്രി വികസന സമിതി ഉണ്ടാകും ഇല്ലേ? ഇവിടെ ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. എല്ലാ പാർട്ടിയിലുള്ള ആൾക്കാരുണ്ടെന്നാണ് വിശ്വാസം. ഇങ്ങനെ പോരായ്മകളുണ്ടെങ്കിൽ അതിനാണ് ഈ വികസന സമിതി വെച്ചേക്കുന്നത്. ഇവരൊന്നും പരാതിപ്പെടാറും സംസാരിക്കാറൊന്നും ഇല്ലേ? നിങ്ങൾ തന്നെ അവരോട് ചോദിക്കേണ്ടത്. HMC കമ്മിറ്റി കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നില്ല എന്നുള്ളത് സത്യമാണ്. അങ്ങനെ പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ ഈ രാത്രികാലത്തിന് 3 ഡോക്ടർമാരുടെ സേവനം, കാഷ്വാലിറ്റി MOയിൽ ഒരാളെ കൊണ്ട് അഡീഷണലുള്ള സേവനം
ഉണ്ടാകുമായിരുന്നു. അപ്പോൾ അത് കാര്യക്ഷമമല്ല എന്നുള്ളതിൻ്റെ വ്യക്തമായ ഉദാഹരണമാണ് ഡോക്ടർമാരുടെ അഭാവം. മാത്രമല്ല, ഇന്നിപ്പോൾ ഇവിടെ യൂത്ത് കോൺഗ്രസിൻ്റെയും ആറ്റിങ്ങൽ ഈസ്റ്റ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പനവേരി കടവിൽ രാവിലെ മുതൽ ഉച്ച വരെ അവിടെ മാലിന്യ മാറ്റൊക്കെ വരും. അവിടെ ഒരുപാട് എതിർപ്പുകൾ, മറ്റു പാർട്ടികളുടെ എതിർപ്പുകളെ മറികടന്നുകൊണ്ടാണ് അവിടെ ശ്രീ കിരൺ കൊല്ലമ്പയുടെ നേതൃത്വത്തിൽ 10-15ഓളം ചെറുപ്പക്കാരും മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ സഹകരണത്തോടു കൂടി ആ മാലിന്യങ്ങൾ, നിങ്ങളെല്ലാവരും ഉണ്ടായിരുന്നതാണ്. പക്ഷേ ആ മാലിന്യം എടുത്തു മാറ്റിയ മാലിന്യം ഞങ്ങളത് അവിടെ എങ്ങും വലിച്ചെറിയാതെ പ്ലാസ്റ്റിക് ചാക്കുകളിലാക്കി വെച്ചപ്പോൾ അത് കൊണ്ടുപോകാൻ വേണ്ടി മണിക്കൂറുകളോളം കാത്തിരിക്കേണ്ടി വന്നു. നഗരസഭയുടെ പല ഉദ്യോഗസ്ഥന്മാരും വിളിച്ചപ്പോൾ ഫോൺ ഓഫ് ചെയ്തു. നമ്മൾ കണ്ട മലിനജലമല്ലേ ഈ ഹോസ്പിറ്റലിലും വരുന്നത്? അതേ മലിനജലമാണ് ഇവിടെ വരുന്നത്. ഇവിടെ വരെ ഈ ആശുപത്രി ഉപയോഗിക്കുന്ന വെള്ളവും അവിടെ കെട്ടിക്കിടക്കുന്ന ആ വെള്ളമാണ് ഇവിടെ വരുന്നത്. ക്ലോറിനേഷൻ ചെയ്യുന്നെന്ന് പറയുന്നു, അത് അല്ലെങ്കിൽ ചെയ്യുന്ന പ്രോസസ്സാണ്. പക്ഷെ ഇപ്പോഴത്തെ അവിടുത്തെ സ്ഥിതി നേരെ കണ്ടപ്പോൾ ഇത് അമീബിക് മസ്തിഷ്ക ജ്വരം ഉൾപ്പെടെയുള്ള ജലമാലിന്യ രോഗങ്ങൾ പടരുന്ന സാഹചര്യത്തിൽ ഈ പ്രശ്നങ്ങൾക്ക് അടിയന്തര പരിഹാരം ഉണ്ടാകേണ്ടതാണ്. ചേട്ടാ, മുഖ്യമന്ത്രിക്ക് ഹെലികോപ്റ്റർ വാടക എടുക്കാൻ കാശുണ്ട്, അനാവശ്യമായ ഒരുപാട് കാശുണ്ട്. ശബരിമല സംരക്ഷണം നടത്താൻ വേണ്ടിയിട്ട് പിന്നെ കോടികൾ മുടക്കി ശീതീകരിച്ച പ്രധാനി വിരിച്ച ഷെഡ് കെട്ടാനും അവിടെ ഒരുപാട് പേരെ പിന്നെ അഡ്മിറ്റ് ചെയ്യാനും ഒക്കെ കാശുണ്ട്. പക്ഷേ അടിസ്ഥാന സൗകര്യമായ ഈ ഹോസ്പിറ്റലിലേക്ക് ഡോക്ടർമാരെ നിയമിക്കാൻ മാത്രം മുഖ്യമന്ത്രി കാശില്ല. ഇത് വിരോധാഭാസമാണ് കേട്ടോ. അത് ആരോഗ്യരംഗത്തെക്കുറിച്ചും ഇവിടുത്തെ നമ്മുടെ ആരോഗ്യമന്ത്രിയെക്കുറിച്ചും ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങൾക്ക് മൊത്തം അറിവായ ഒരു കാര്യമാണ്. അവർക്ക് അതിന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. നമ്മൾ അറിഞ്ഞ കുറച്ച് നേരത്തെ ഒരു ഹോസ്പിറ്റലിൽ തകർന്ന സംഭവം ഉണ്ടായി. അതിനകത്ത് തന്നെ ഒരു ജീവൻ മരണ പോരാട്ടം നടത്തി മണ്ണിനടിയിൽ കിടക്കുമ്പോഴും അന്നാടോ നമ്മുടെ ആരോഗ്യമന്ത്രി പറഞ്ഞത് എന്താണ്? അതിനകത്ത് ആരുമില്ല എന്നാണ് പറഞ്ഞത്. നേരെ മറിച്ച് ആ ഒരു വാക്ക് തന്നെ മന്ത്രി പറയാതിരുന്നെങ്കിൽ മറ്റുള്ളവർ നോക്കിക്കണ്ട് ആ ഒരു ജീവൻ നമുക്ക് രക്ഷിക്കാൻ കഴിയുമായിരുന്നു. ഇപ്പോൾ ഈ നമ്മുടെ താലൂക്ക് ആശുപത്രി, ഈ താലൂക്ക് ആശുപത്രിയുടെ കാര്യം നമ്മൾ എടുത്ത് പറയുകയാണെങ്കിൽ ഈ ആറ്റിങ്ങൽ പോലുള്ള ഒരു വലിയ പട്ടണത്തിൻ്റെ നടുവിലുള്ള ഒരു ആശുപത്രിയാണ്. ഇവിടെ ഇതിൻ്റെ നാനാഭാഗത്ത് നിന്ന് കിലോമീറ്റർ കണക്ക് ദൂരെ നിന്ന് ആളുകൾ 1000-1500 പേര് ദിവസേന ഒന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു ഹോസ്പിറ്റലാണ്. ഈ ഹോസ്പിറ്റലിൻ്റെ അവസ്ഥ വളരെ ദയനീയമാണ്, പറയാതിരിക്കാൻ വയ്യ. പക്ഷേ ഇവിടുത്തെ ഡോക്ടർമാരായാലും മറ്റു ജീവനക്കാരായാലും അവരവരുടെ കഴിവിൻ്റെ പരമാവധി അവർ ചെയ്യുന്നു. അത് കേട്ടപ്പോൾ ശരിയാണ്. കാരണം ഞാൻ പലപ്പോഴും ഞാനിവിടെ അഡ്മിറ്റ് ആകുമ്പോഴത്തേക്ക് ഇവിടുത്തെ ജീവനക്കാരൻ ഡോക്ടറും ഒരു കഴിവിൻ്റെ പരമാവധി ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം അവരൊന്ന് ഇരിക്കാൻ പോലും സമയമില്ലാതെ ഓടി നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവരെ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. ഉള്ള പരിമിതി വെച്ചിട്ട് അവർ നന്നായി പണിയെടുക്കുന്നുണ്ട്, അല്ലേ? അത് നമ്മൾ കാണാൻ കഴിയുന്ന കാഴ്ചയാണ്. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഈ താലൂക്ക് ആശുപത്രിയുടെ പിൻവശത്തായിട്ട് പുതിയ കെട്ടിടങ്ങൾ ഇത്രയും കെട്ടിയിട്ടേക്കാണ്. അതിൻ്റെ പണി ഈ പറഞ്ഞ കണക്ക് ഇവിടെ നടത്തുന്ന ഈ ആർപ്പാടോ ഇപ്പോൾ ഈ ഓണാഘോഷം എന്ന് പറഞ്ഞ് നടത്തിയ പൂരോ ആ പൈസ ഈ ഹോസ്പിറ്റലിലെ ബിൽഡിംഗ് കെട്ടാൻ വേണ്ടിയായിരുന്നു ചിലവാക്കിയിരുന്നെങ്കിൽ അത് എത്രയോ ആളുകൾക്ക് ഉപയോഗം വന്നതിന്. ഒരു പ്രാവശ്യം ഒരു ആഘോഷമോ അല്ലെങ്കിൽ ഒരു ഉത്സവമോ വേണ്ടാന്ന് വെച്ചു എന്ന് പറഞ്ഞ് ഈ നാടിൻ്റെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷേ ആ പൈസ മുടക്കി അവിടുത്തെ ആ കാട് ഒഴിവാക്കി അത് നോക്കിക്കോളാം. ഡോക്ടർമാർ കിടക്കുന്ന കുറേ ക്വാർട്ടേഴ്സുകളൂടെ കിടപ്പുണ്ട്. ഭാർഗവി നിലയത്തിന് വെല്ലുന്ന ക്വാർട്ടേഴ്സുകളാണ് ഇവിടെ കിടക്കുന്നത്. എല്ലാം നശിച്ച് നാമാവിശേഷമായി. ഈ മുനിസിപ്പാലിറ്റിയും ഇവിടെ ഈ ഭരണസമിതിയും ഈ നടത്തിക്കൊണ്ടിരിക്കുന്നത് ജനങ്ങളെ കൊല്ലുന്ന കാര്യങ്ങളാണ്. ഉദാഹരണം നമ്മളവിടെ കണ്ടു കഴിഞ്ഞു. ഇന്നിപ്പോൾ നമ്മൾ എത്രയെങ്കിലും ജീർണിച്ച എന്തൊക്കെ അവശിഷ്ടങ്ങളാണോ ആ ആറ്റിൽ നിന്ന് നമ്മളെല്ലാം കുടിക്കുന്ന കുടിവെള്ളം അതിൽ നിന്ന് നമ്മൾ എടുത്തത് നമ്മൾ കണ്ടതാണ്. ലോഡ് കണക്ക് ഇനി എത്ര ലോഡ് അവിടെ കിടപ്പുണ്ടെന്ന് നമ്മൾ കണ്ടതാണ്. ഇതൊക്കെ ആരോട് പറയാൻ? ഇതിനൊക്കെ ഭരണം മാറണം, ഒരു പുതിയ സർക്കാർ വരണം. അത് വന്നല്ലാതെ ഇതിനൊരു മാറ്റം സംഭവിക്കില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഈ ഭരണമാറ്റം ഒക്കെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഒരുപാട് വീഴ്ചകളൊക്കെ സംഭവിക്കുന്നുണ്ട്, അല്ലേ? ഇനിയിപ്പോൾ വരാൻ പോകുന്ന നമ്മുടെ റവന്യൂ കലാകായികമേള അത് വരുമ്പോഴത്തേക്ക് അപ്പോഴും ഇവിടെ ഉള്ള ഡോക്ടർമാരാണ് അങ്ങോട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ അഡീഷണൽ ആയിട്ട് ഡോക്ടർമാരെ പോസ്റ്റ് ചെയ്യാതെ ഉള്ള ഡോക്ടർമാരെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞയക്കുമ്പോൾ കാഷ്വാലിറ്റി ഇരിക്കുന്ന ഡോക്ടറാണ് ഇറങ്ങി അപ്പുറത്തോട്ട് പോകുന്നത്. സർജറി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾ അതിട്ടിട്ട് വേറെ ഭാഗത്തേക്ക് ഒരു ഹാർട്ട് പേഷ്യന്റും അങ്ങോട്ട് പോകുന്നു. കുഴിനകം വന്നിട്ട് കളക്ടർ പരിശോധിച്ച ഡോക്ടറെ വിളിച്ച സംസ്ഥാനം കൂടിയാണ് നമ്മുടെ സംസ്ഥാനം. അത് നമ്മുടെ സംസ്ഥാനം. അപ്പൊ നമ്മുടെ സംസ്ഥാനം ആരോഗ്യരംഗത്ത് ഇന്ത്യക്ക് തന്നെ മാതൃക എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ഒരു നല്ല പനി വന്നാൽ പോലും വിദേശത്ത് പോകുന്ന സ്ഥിതിയാണ് നമ്മൾ കണ്ടത്. അപ്പൊ അദ്ദേഹത്തിന് ഉറപ്പുണ്ട് ഇവിടെ ചികിത്സിച്ചാൽ കാറ്റ് പോകുന്ന അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ ഭരണമാറ്റം ജനങ്ങൾ ഒരുപാട് കഷ്ടപ്പെടുമ്പോഴത്തേക്ക് ഭരണമാറ്റം ആഗ്രഹിക്കുന്നു. പക്ഷേ ഇനി വരുന്ന ഭരണം കൂടി ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ജനങ്ങളായിരിക്കും വഴിയാതരാകുന്നത്. ആര് വന്നാലും എന്ത് വന്നാലും അടിസ്ഥാന സൗകര്യങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. വിദ്യാഭ്യാസം, ഭക്ഷണം, ഇതേപോലെ നമ്മുടെ ആതുരാലയങ്ങൾ. ഈ 3 അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെട്ടാൽ മാത്രമേ ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെട്ടു. അതിനാണ് ഈ ഊന്നൽ കൊടുക്കേണ്ടത്. എന്നാൽ അത് സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഒരുപാട് ഈ പറയുന്ന പേവിഷ വാക്സിൻ പോലും കിട്ടാത്ത അവസ്ഥയാണ് നമ്മുടെ മെഡിക്കൽ കോളേജിലൊക്കെ. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്.
ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളുണ്ട്. അതെല്ലാം പരിഹരിക്കപ്പെടണം. ഒരു നല്ല നാടായി നമ്മുടെ കേരളം മാറണം. ഇസ്മേൽസിന് വേണ്ടി ക്യാമറമാൻ അനീഷ് മംഗലാപുരത്തിനൊപ്പം ശ്രീജിത്ത് മാരാർ സൈനിങ് ഓഫ്.